ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര ന്യൂസിലേക്ക് സ്വാഗതം. പല്ലശ്ശനയിലെ അവിട്ടത്തല്ല് ഒരു നാടിൻ്റെ ആവേശത്തോടൊപ്പം വിവിധ ദേശങ്ങളിൽ നിന്നും വന്നെത്തുന്ന അനേകായിരം കാണികൾക്ക് ദൃശ്യാനുഭവം നൽകി. പല്ലശ്ശന ദേശത്ത് ഇന്ന് ഔട്ടത്തല്ല് കൊണ്ടാടുകയാണ്. അതിൽ ഞങ്ങളുടെ ഈ തറവാട്ടിൽ നിന്നാണ് വേട്ടക്കരുവൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത്. ഈ തറവാട്ടിൽ നിന്നാണ്, തോട്ടങ്കര തറവാട്ടിൽ നിന്നാണ് വേട്ടക്കരുവനെ അമ്പലം കെട്ടി അവിടേക്ക് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇത് രണ്ട് ദേശമായിട്ടാണ്. ഒന്ന് വന്നിട്ട് കിഴക്കുമുറിയായിട്ട്, ഈ ദേശത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കിഴക്കുമുറി, വേറൊന്ന് പടിഞ്ഞാറേ മുറി. കിഴക്കുമുറിയിൽ ഇതാണ് വേട്ടക്കരുവൻ്റെ മൂലസ്ഥാനം. ഇവിടുന്ന് ഞങ്ങൾ പുറപ്പെട്ട് ഇവിടുന്ന് പാലഞ്ചേരി വീട്ടിൽ പോയി അവിടെ നിന്നാണ് കച്ച കെട്ടിയിട്ട് പിന്നെ മറ്റേ പുത്തങ്കാവിൽ നിന്ന് നിരയോട്ടം തുടങ്ങും. അതേപോലെ പടിഞ്ഞാറ് മുറിയിൽ നിന്നും അവർ പാലത്തിരുത്തി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് നാഞ്ചാത്തു നിന്നും പതിയാത്തു നിന്നും കടുങ്ങാലത്തുനിന്നും അവർ പുറപ്പെട്ടു വരും. എന്നിട്ട് രണ്ടുപേരും കൂടി സംഗമിക്കുന്ന വേട്ടക്കരുമന്റെ അങ്കണത്തിൽ സംഗമിക്കും. എന്നിട്ട് അവിടെ തിരിഞ്ഞ് അടിയും പല കായിക അഭ്യാസങ്ങളും നടത്തുകയാണ്. ഇതിന്റെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ, പാരമ്പര്യമായിട്ട് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കായിക അഭ്യാസത്തിന്റെ ഒരു പടക്കാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാലങ്ങളായി പൂർവികർ നടത്തിപ്പോന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഈ നാട് ഇന്നും സൗഹൃദത്തിനും മനുഷ്യ കൂട്ടായ്മയ്ക്കും കോട്ടം തട്ടാതെ തുടർന്നു പോരുന്നു. വേട്ടക്കരുമൻ ക്ഷേത്രം കിരാതമൂർത്തി സഹായം നമ്മുടെ 2024 ഈ വർഷത്തെ അവിട്ടത്തല്ല്, ഓണത്തല്ല് എന്ന് കേരളം അറിയപ്പെടുന്ന അവിട്ടത്തല്ല് ഇന്ന് നടക്കുകയാണ്. അതിന് ഇരുഭാഗമാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. അതിൽ ഒരു ഭാഗമാണ് പടിഞ്ഞാറുമുറി എന്ന് പറയുന്ന ദേശത്തിൻ്റെ ഒരു ഭാഗം. ഇനി ഒന്ന് കിഴക്കുമുറിയാണ്. അവിടെ ഈ ഭസ്മധാരണവും പ്രാർത്ഥനയും ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാലത്തിരുത്തി വീട് ഞങ്ങളുടെ ഹനുമാനാണ് ഞങ്ങളുടെ ആരാധനാമൂർത്തി. അവിടെ വന്ന് എല്ലാവരും ഭസ്മം ധരിച്ച് ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് അരങ്ങത്തേക്ക് പോവുകയാണ്. കോഴിക്കോട് സാമൂതിരിയുടെ സാമന്തരായിരുന്ന പല്ലശ്ശന കുറൂർ നമ്പിടിയെ യുദ്ധത്തിൽ അയൽനാടുവാഴിയായ കുതിരവട്ടത്തുകാർ ചതിച്ചു കൊന്നതറിഞ്ഞ് പ്രതികാരം ചെയ്യാൻ പല്ലശ്ശന ദേശവാസികൾ തീരുമാനിക്കുകയും ഒടുവിൽ പ്രശ്നപരിഹാരത്തിന് സാമൂതിരി രാജാവ് ഇടപെട്ട് ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്തു. ഈ ഓണത്തല്ല് എന്ന് പറയുമ്പോൾ പല്ലശ്ശനയിൽ ഇവിടെ സംബന്ധിച്ചുള്ള ഔട്ടത്തല്ല് എന്നാണ് ഇവിടെ പൊതുവെ പറയാറുള്ളത്. ഔട്ടത്തല്ല് ഈ ഔട്ടം ദിവസമാണ് ഇവിടെ ഈ ഭാഗങ്ങളിൽ ഓണത്തല്ലിൻ്റെ അത് സമാനമായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് 2-3 പുരാവൃത്തങ്ങൾ പറയാറുണ്ട്. അതിൽ ഒരു ഇത് നേരത്തെ പറഞ്ഞൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈ അമ്പലത്തിൽ നരബലി ഉണ്ടായിരുന്നു എന്നും, അപ്പോൾ ഓരോ വീട്ടിൽ നിന്ന് ഓരോ കുട്ടികളെയായിരുന്നു ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നതെന്നും. അപ്പോൾ ഒരു വീട്ടിൻ്റെ അവിടെ എത്തിയ സമയത്ത്, ഒരു വർഷം എത്തിയ സമയത്ത്, ആ വീട്ടിൽ ആകെ ഒരേ ഒരു ആൺകുട്ടി മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അവരുടെ അമ്മ അവിടെ പോയിട്ട് കരഞ്ഞു ഇങ്ങനെ, കാരണം ഒരു കുട്ടിയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യം നിങ്ങൾ അതിന് പകരം തല്ലി പിരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐതിഹ്യം ഉണ്ട്.
Gracias.
കിരാതമൂർത്തി സഹായം, വേട്ടക്കരമ്പൻ ക്ഷേത്രം പല്ലശ്ശന പതിവായി എല്ലാ വർഷവും നടത്തിവരാറുള്ള ഈ ഓണത്തല്ലിൻ്റെ അവിട്ടത്തല്ല്, അവിട്ടം ദിവസമാണ് ഇവിടെ തല്ലാറുള്ളത്.
തിരുവോണ ദിവസം കുട്ടികളിലേക്ക് ഇതൊരു തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായി തിരുവോണത്തല്ല് എന്നൊരു സമ്പ്രദായം കൂടിയുണ്ട്. അതിനുശേഷം അവിട്ടം ദിവസം വലിയവർ മുതിർന്നവർ തമ്മിൽ ഒരു അവിട്ടത്തല്ല് നടത്തുന്നു. ഇതിൻ്റെ പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ അറിവ് വെച്ച് പറയാം, രണ്ട് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ഒരു രാജാവും ഇവിടുത്തെ രാജാവും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ പേരിൽ നമ്മുടെ ഇവിടുത്തെ രാജാവിനെ ചതിച്ചു കൊല്ലുകയും അതിന് പകരമായി ഇവിടുത്തെ പ്രജകൾ പകരം ചോദിക്കാനായി ഒരുങ്ങുകയും ഇത്രയും ദേശത്തുള്ള ഈ നല്ലൊരു രാജാവിനെ ചതിച്ചു വന്നതിൻ്റെ ഒരു പ്രതികാരം തീർക്കുന്നതിനായി പുറപ്പെടുന്ന ഒരു സങ്കല്പമാണ് ഈ അവിട്ടത്തല്ല് എന്ന് പറയുന്നത്. അതിൽ ഈ ദേശത്തുള്ള രണ്ട് മുറികളായി തിരിഞ്ഞ്, ഒരേ ദേശത്തുള്ള ആൾക്കാർ രണ്ട് മുറികളായി, കിഴക്ക് പടിഞ്ഞാറ് എന്ന മുറികളായിട്ട് തിരിഞ്ഞതിന് ശേഷം രണ്ട് ഭാഗത്തു നിന്നും വന്ന് ഒത്തുചേർന്നാണ് ഈ ഒരു തല്ല് നടക്കുന്നത്. ഇതിനായി പടിഞ്ഞാറ് മുറിയിൽ നിന്നും പാലത്തിരുത്തേ വീട്ടിലുള്ള, ഞങ്ങളുടെ തറവാടും കൂടിയിട്ടാണത്, പാലത്തിരുത്തേ വീട്ടിലുള്ള ഹനുമാനെ തൊഴുത്, ആഞ്ജനേയരെ തൊഴുന്ന ശക്തിമാനായ ആഞ്ജനേയനെ തൊഴുത് ഭസ്മം ധരിച്ച് കച്ച കെട്ടി അവിടുന്ന് ഇറങ്ങുന്നു, വെറ്റല മുറുക്കി അവിടുന്ന് ഇറങ്ങുന്നു. കിഴക്ക് മുറിയിൽ അതുപോലെ കറുപ്പ് കച്ച കെട്ടി തോട്ടങ്കര ചെറുവീട്ടിൽ നിന്നും എത്തുന്ന പാലഞ്ചേരിയിലേക്ക് എത്തി പാലഞ്ചേരിയിൽ നിന്നും ഭസ്മം ധരിച്ച് അവിടുത്തെ മൂർത്തിയെ തൊഴുതതിന് ശേഷം കിഴക്കുമുറി ഭാഗത്തു നിന്നും വന്ന് അവരാദ്യമായി അമ്പലത്തിനകത്തേക്ക് വന്ന് ആർപ്പ് വിളിച്ചതിന് ശേഷം പടിഞ്ഞാറ് മുറിയിൽ നിന്നും ഉള്ള സന്നാഹവുമായി ആർപ്പ് വിളിച്ച് ഇവിടെ എത്തുന്നു. കിരാതമൂർത്തി ക്ഷേത്ര നടയിൽ തൊഴുതതിന് ശേഷം കുളത്തിൻ്റെ തീരത്തുള്ള എരിഞ്ഞിത്തറയുടെ അടുത്ത് വെച്ച് രണ്ടുപേരും തമ്മിൽ ചേരി തിരിഞ്ഞ് തല്ല് നടക്കുന്നു. അതിനുശേഷം കുമ്പളങ്ങ ഇരിക്കൽ, എറാവള്ളി പിടിക്കൽ, അങ്ങനെയുള്ള 2-3 ചടങ്ങുകളുണ്ട്. ആർപ്പ് വിളിക്കൽ. ഇതിന് ശേഷം കുളത്തിലേക്ക് ചാടി ശയനപ്രദക്ഷിണത്തിനായി കുളിച്ച് ശുദ്ധി വരുത്തി കുളത്തിലേക്ക് ചാടി നീന്തി ഇറങ്ങി നടയ്ക്ക് പോയി കിടന്ന് പുണ്യാഹം തെളിക്കുന്നതിന് ശേഷം നമ്മൾ ശയനപ്രദക്ഷിണം നടത്തുന്നു. ഹരോഹര, ശിവോ ശിവ, ശംഭോരുദ്ര മഹാദേവ എന്നിങ്ങനെയുള്ള മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആർപ്പ് വിളിച്ചുകൊണ്ട് നമ്മൾ ശയനപ്രദക്ഷിണം നടത്തി ഈ ഒരു വർഷത്തെ എല്ലാ ദുരിതങ്ങളും സമാപിച്ചുകൊണ്ട് ഒരു ആർജവം കയ്യിലെടുത്തുകൊണ്ട് ഈ പുണ്യാഹം തീർത്ഥം തെളിച്ചതിന് ശേഷം നാളികേരം ഉടച്ച് ഇന്ന് നട അടയ്ക്കുന്നു. ഇന്ന് നട അടച്ചതിന് ശേഷം പിന്നീടുള്ള ദീപാരാധനയോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു ചടങ്ങ്, അവിട്ടത്തല്ലിനെ പറ്റിയിട്ടുള്ള പറയാനുള്ള ഒരു സന്ദർഭം. ഇതിൽ ഒരുപാട് കുറവുകളുണ്ടെങ്കിലും എനിക്കറിയാവുന്ന ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രം. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ, ഞങ്ങളുടെ കമ്മിറ്റി മെമ്പറാണ് നമ്മുടെ അടുത്തുള്ളത്. സുഗുണൻ, അങ്ങനെ മറ്റ് എല്ലാവരും നമ്മുടെ ദേശക്കാരാണ് ചുറ്റുമുള്ളത്. നന്ദി, നമസ്കാരം. നാട്ടുരാജാവിനെ നഷ്ടപ്പെട്ട പലശന ദേശവാസികൾക്ക് രാജാവിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ വേട്ടയ്ക്കൊരു മകൻ്റെ വിഗ്രഹവും രാജാവ് നൽകിയെന്നും രാജാവിനെ നഷ്ടപ്പെട്ട ദേശവാസികൾ ശത്രുവിനെ വെല്ലുവിളിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഓണാഘോഷത്തിൽ ഔട്ടത്തല്ല് എന്നും വിശ്വാസം. ക്ഷേത്ര ന്യൂസ്, പാലക്കാട്. ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.